തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി. പിടിച്ചതിന്റെ കൃത്യം 27-ാം നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തി കേരളം പിടിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അതിവേഗ റെയിൽപാതയടക്കം ഒരു വമ്പൻ പ്രഖ്യാപനങ്ങളും കേരളത്തിനായി നടത്തിയില്ല. തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ മാറ്റുമെന്ന് പ്രഖ്യാപിക്കുന്ന ബ്ലൂ പ്രിന്റ് പുറത്തിറക്കിയില്ല. മോദി മടങ്ങി. അതേസമയം ഇടത് വലത് മുന്നണികളെ കണക്കറ്റ് വിമർശിച്ചും ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം എടുത്തു പറഞ്ഞും ഒന്നാം തരം രാഷ്ട്രീയ പ്രസംഗം മോദി നടത്തി. പ്രവർത്തകരെ ആവേശം കൊള്ളിച്ചു. ലീഗിന്റെ അജണ്ടയാണ് കോൺഗ്രസ് നടപ്പാക്കുന്നതെന്ന വർഗീയ വിമർശനവും ഇവിടെ ഉന്നയിച്ചു. നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാനുള്ളവരുടെ പട്ടികയിൽ നിന്ന് മേയർ വി രാജേഷിന്റെ പേര് ഒഴിവാക്കിയ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ നടപടിയും വേദിയിൽ ആർ ശ്രീലേഖയെയും കെ സുരേന്ദ്രനെയും അവഗണിച്ചതുമെല്ലാം ബി.ജെ.പിക്കുള്ളിലും ചർച്ചയായി. കേരളം പ്രതീക്ഷിച്ചതുപോലെ പ്രധാനമന്ത്രി വമ്പൻ പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാതിരുന്നതെന്തേ? ആദ്യം RDX. കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്തതിന് പിന്നാലെ തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2030 വരെയുള്ള നഗരവികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് പുറത്തിറക്കുമെന്നായിരുന്നു ബി.ജെ.പിയുടെ വാഗ്ദാനം. എന്നാൽ പ്രധാനമന്ത്രി എത്തിയെങ്കിലും ബ്ലൂ പ്രിന്റ് പുറത്തിറക്കിയില്ല. തിരുവനന്തപുരം നഗരവികസനത്തിന്റെ കരട് രേഖയാണ് വേദിയിൽ വി രാജേഷ് മോദിക്ക് കൈമാറിയത്. കഴിഞ്ഞ 7 പതിറ്റാണ്ടായി ഇടത് വലത് മുന്നണികൾ തിരുവനന്തപുരത്തെ വികസനത്തിൽ നിന്നും പിന്നോട്ടടിച്ചെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. മാറാത്തതിനി മാറുമെന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ടായിരുന്നു തിരുവനന്തപുരത്തെ വികസനത്തിലേക്ക് നയിക്കുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. ഗുജറാത്തിൽ അഹമ്മദാബാദ് നഗരസഭയിൽ നിന്നുമാണ് ബി.ജെ.പി. തുടങ്ങിയത്. അവിടെ നിന്നാരംഭിച്ച ബി.ജെ.പിയുടെ ജൈത്രയാത്രയാണ് ഇന്ന് രാജ്യം കാണുന്നത്. ഇതിന് സമാനമായാണ് തിരുവനന്തപുരം പിടിച്ച് കേരളത്തിൽ ബി.ജെ.പി. നടത്താനിരിക്കുന്ന മുന്നേറ്റമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബി.ജെ.പി. സർക്കാർ അധികാരത്തിൽ വന്നാൽ ശബരിമലയിൽ നിന്ന് മോഷണം നടത്തിയവരെയെല്ലാം ജയിലിലാക്കുമെന്നത് മോദിയുടെ ഗ്യാരണ്ടിയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കേരളം രക്ഷപ്പെടണമെങ്കിൽ ഇടത് വലത് കൂട്ടുകക്ഷി ഭരണം അവസാനിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കോൺഗ്രസിൽ ഇപ്പോൾ മുസ്ലിം ലീഗിലേക്കാൾ വർഗീയവാദികളുണ്ടെന്ന വിമർശനവും മോദി ഉന്നയിച്ചു. RDX റാപ്പ് ന്യൂസ് മലയാളം. കേരള ഭരണത്തിലെ LDF UDF യുഗം അവസാനിക്കുമെന്ന് പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി. 10 വർഷം കഴിഞ്ഞാൽ ഇരു കൂട്ടർക്കും ഭരണമുണ്ടാകില്ല. ഇരുപക്ഷവും നടത്തുന്നത് അഡ്ജസ്റ്റ്മെന്റും അഴിമതിയുമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോൺഗ്രസിൽ ഇപ്പോൾ മുസ്ലിം ലീഗിലേക്കാൾ വർഗീയവാദികളാണ് ഉള്ളത് എന്നുമാണ് പ്രധാനമന്ത്രിയുടെ ആരോപണം. मैं तिरुवनंतपुरम की जनता से कहूंगा, आप विश्वास रखिए, मारा तदीनी मारूम, जो अब तक नहीं बदला वो अब बदलेगा. ബി.ജെ.പി. സർക്കാർ അധികാരത്തിൽ വന്നാൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയവർ മുഴുവൻ ജയിലിലാകുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. കള്ളന്മാരെ ജയിലിൽ എത്തിക്കുമെന്നത് മോദിയുടെ ഗ്യാരണ്ടിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. मंदिर में से भगवान के पास से गोल्ड की चोरी, सोने की चोरी. मैं एक बात स्पष्ट कहना चाहता हूं, यहां बीजेपी सरकार बनते ही आरोपों की पूरी जांच होगी और दोषियों की जगह जेल में होगी. और ये मोदी की गारंटी है. പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് വർഗീയത വിളമ്പുന്നുവെന്നാണ് KC വേണുഗോപാൽ പ്രതികരിച്ചത്. UP-യിലും ബീഹാറിലും പ്രസംഗിക്കുന്ന പോലെയാണ് കേരളത്തിലും മോദി പ്രസംഗിക്കുന്നതെന്ന് KC വേണുഗോപാൽ ആരോപിച്ചു. മതേതര കാഴ്ചപ്പാടിന് നരേന്ദ്രമോദിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. നരേന്ദ്രമോദി വന്നിട്ട് കേരളത്തിൽ പ്രസംഗിച്ചതറിഞ്ഞോ? ശ്രീനാരായണ ഗുരുദേവന്റെയും ചട്ടമ്പി സ്വാമികളുടെയും മഹാത്മാ അയ്യങ്കാളിയുടെയും നാടായ കേരളത്തിൽ വന്ന് വർഗീയത മാത്രം വിളമ്പാനായിട്ടൊരു പ്രധാനമന്ത്രി വരുന്നത് അങ്ങേയറ്റം നാണക്കേടാണ്. കേരളത്തിൻ്റെ ചരിത്രം ആദ്യം പ്രധാനമന്ത്രി പഠിക്കണം. കേരളത്തിൻ്റെ ചരിത്രം പഠിക്കണം. കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ ചരിത്രവും പഠിക്കണം. ബാബരി മസ്ജിദ് തകർത്തപ്പോൾ അയ്യപ്പ ഭക്തന്മാർക്ക് സഞ്ചരിക്കാനുള്ള യാത്രയൊരുക്കുന്നതിന് വേണ്ടി റോഡിലിറങ്ങി സഹായം ചെയ്തു കൊടുത്ത പാർട്ടിയാണ് പാണക്കാട് തങ്ങളുടെ പാർട്ടി മുസ്ലിം ലീഗ്. കേരളത്തിന് അനുവദിച്ച ഫണ്ട് വാങ്ങുന്നില്ല എന്ന് നരേന്ദ്രമോദി പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അർഹമായ തുകയാണ് കേന്ദ്രം തടഞ്ഞു വച്ചിട്ടുള്ളത്. കേന്ദ്ര ഫണ്ട് അടിയന്തരമായി അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. 1418.18 കോടി രൂപ കേന്ദ്രം തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞത് അത് വാങ്ങുന്നില്ല എന്നാണ് പറഞ്ഞത്.
തടഞ്ഞു വച്ചിരിക്കുകയാണ്. ആ കാശ് ഞങ്ങൾക്ക് തരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിന് അർഹമായ ഫണ്ടുകൾ അനുവദിക്കാതെ വികസനത്തിന് തുറക്കം വയ്ക്കുന്ന നടപടി കേന്ദ്ര സർക്കാർ അവസാനിപ്പിക്കണം. 3 അമൃത് ഭാരത് ട്രെയിനുകൾ ഉൾപ്പെടെ 4 ട്രെയിനുകൾ ഇന്ന് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റേഡിയോ സർജറി സെന്ററിന് തറക്കല്ലിട്ടു. തിരുവനന്തപുരത്തെ ഇന്നോവേഷൻ ഹബ്ബ് ശിലാസ്ഥാപനം നിർവഹിച്ചു. PM സ്വനിധി ക്രെഡിറ്റ് കാർഡ് പദ്ധതിയിൽ കേരളത്തെ ഉൾപ്പെടുത്തി. ഇതെല്ലാമാണ് ഇന്ന് സംഭവിച്ചത്. പക്ഷേ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ മോദി വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 1,00,000 കോടിയുടെ അതിവേഗ റെയിൽ പ്രഖ്യാപനം പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. കേരളത്തിന് എയിംസ് അനുവദിക്കുമെന്ന് കരുതിയെങ്കിലും പ്രഖ്യാപിച്ചില്ല. തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ മാറ്റുമെന്ന് പ്രഖ്യാപിക്കുന്ന ബ്ലൂ പ്രിന്റ് പുറത്തിറക്കിയില്ല. കോൺഗ്രസിന്റെ മതേതര കാഴ്ചപ്പാടിന് നരേന്ദ്രമോദിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട എന്നാണ് പ്രതിപക്ഷം ഇന്ന് പറഞ്ഞത്. കേരളത്തിലെ പ്രതിപക്ഷം മതേതരത്വം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും, BJPയുടേത് വർഗീയ അജണ്ടയാണെന്ന് VD സതീശൻ ആരോപിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് ഇന്നിപ്പോൾ സംഭവിച്ചത്. സനീഷ, ഒരു വെൽ ഓർക്കസ്ട്രേറ്റഡ് ഷോ അത് തന്നെയാണ് ഇന്ന് തിരുവനന്തപുരത്ത് കണ്ടത്. അദ്ദേഹം വമ്പൻ പദ്ധതികളാക്കി ഒന്നും പ്രഖ്യാപിച്ചില്ലെങ്കിലും ഒരു വമ്പൻ പരിപാടിയായിരുന്നു അത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിയാൽ ഇപ്പോൾ 27-ാം ദിവസം, അതായത് തിരുവനന്തപുരത്ത് മേയർ സ്ഥാനമേറ്റ് അല്ലെങ്കിൽ കോർപ്പറേഷനിൽ അധികാരമേൽക്കുന്നു BJP. 27-ാം ദിവസം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാക്കുപാലിച്ച് ഇവിടെ വരുന്നു. പക്ഷേ മോദി വന്നാൽ പ്രഖ്യാപിക്കുമെന്ന് മേയർ VV രാജേഷ് അടക്കം പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങൾ അത് പ്രഖ്യാപിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അതായത് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഏതാണ്ട് ഔദ്യോഗികമായി ആരംഭിക്കുന്നു ഈ പരിപാടിയോടെ എന്ന പ്രതീതിയും സൃഷ്ടിക്കപ്പെട്ടു അല്ലേ? നിശ്ചയമായിട്ടും അതാണ് ഉണ്ടായത്. അതായത് ഒന്ന്, നിങ്ങളൊരു BJP പ്രവർത്തകനാണെങ്കിൽ, BJP അനുഭാവിയാണെങ്കിൽ ഇന്നത്തെ പരിപാടി അങ്ങേയറ്റം ഗൂസ് ബംസ് ഉണ്ടാകുന്ന പരിപാടിയായിരുന്നു. വലിയ ആവേശം ഉണ്ടാകുന്ന പരിപാടിയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർട്ടിയുടെയോ അദ്ദേഹത്തിൻ്റെ ഒരു വിദൂര അനുഭാവിയെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തോട് വലിയ സ്നേഹം വരും. ഈ പരിപാടി എന്ത് ഗംഭീരമായിട്ടുള്ള പരിപാടിയാണെന്ന് തോന്നും. വലിയ ആവേശം ഉണ്ടാകും. അടുത്ത തെരഞ്ഞെടുപ്പിൽ നല്ല പെർഫോമൻസ് നടത്താനായിട്ട് എന്ത് രാത്രിയും പകലുമില്ലാതെ പ്രവർത്തിക്കാനുള്ള ഊർജ്ജം BJP പ്രവർത്തകർക്ക് കിട്ടുന്നൊരു പരിപാടിയായി, ഒരു ഷോ ആയി ഹർഷം പറഞ്ഞതുപോലെ ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ട് രാജ്യത്തെ ഏറ്റവും ശക്തനായിട്ടുള്ള രാഷ്ട്രീയ നേതാവായിരിക്കുന്നു എന്ന് അദ്ദേഹം ഇന്ന് ഒന്നുകൂടെ തെളിയിച്ചു കൊടുത്തു. വളരെ ഗംഭീരമായിരുന്നു പെർഫോമൻസ്. ഈ പ്ലക്കാർഡ് പിടിച്ചിരുന്ന കുട്ടിയെ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അതിനിടയിൽ അതൊന്നും എഴുത്തിലില്ലാത്ത കാര്യങ്ങൾ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും, അതൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം പിന്നെ VV രാജേഷിനെ കെട്ടിപ്പിടിച്ചിട്ട്, അതായത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്തെ നഗരസഭാ ഭരണം, കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്ത കോർപ്പറേഷൻ മേയറെ അദ്ദേഹം കാല് തൊട്ട് തൊഴാൻ വേണ്ടി പോയപ്പോൾ മേരാ പുരാന ദോസ്ത് എന്നോ മറ്റോ ആണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. പഴയ കാലത്തുള്ള സുഹൃത്തെന്ന് വിശേഷിപ്പിച്ച്, സാത്തി അങ്ങനെന്തോ അപ്പോൾ വിശേഷിപ്പിച്ചിട്ട് അദ്ദേഹത്തെ കാല് തൊഴാൻ വേണ്ടി പോയ VV രാജേഷിനെ അതിന് സമ്മതിക്കാതെ പിടിച്ചുയർത്തിയിട്ട് കെട്ടിപ്പിടിക്കുകയായിരുന്നു. പൂണ്ടടക്കം പിടിച്ച് കെട്ടിപ്പിടിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ വളരെ ഊഷ്മളമായിട്ടൊരു കാഴ്ച ആ സ്ഥലത്ത് നിന്നുണ്ടായി. ആശാനാഥിനെ വലിയ സ്നേഹത്തോടുകൂടി ആശീർവദിക്കുകയും കാല് അദ്ദേഹത്തിൻ്റെ തൊട്ടപ്പോൾ തിരിച്ച് അവരുടെ കാല് സ്പർശിക്കുകയും ചെയ്യുകയും പൊതുവിൽ അത് വളരെ കൊള്ളാം, നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു സംഭവമായി മാറി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയപ്പോൾ നമ്മൾ ശ്രീലേഖ അവിടെ മാറിയുന്നു, പിന്നെ K സുരേന്ദ്രന് കൈ കൊടുത്തില്ലോ, അങ്ങനെ ചിലതൊക്കെ നമുക്ക് തോന്നി, കാണുന്ന ആളുകൾക്ക് തോന്നുന്നുണ്ടാകും. പക്ഷേ അതൊക്കെ സൂക്ഷ്മാംശങ്ങൾ മാത്രമാണ്. ഇതൊരു വലിയ ഒരു സംഭവം എന്ന നിലക്ക് വളരെ ഗംഭീരമായിട്ട് ആവേശം ഉണ്ടാകുന്നൊരു പരിപാടിയായി മാറിയെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ പറയുന്ന പോലെ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്ന പ്രഖ്യാപനങ്ങൾ ഒരുപക്ഷെ നേരത്തെ നടത്തേണ്ടതില്ല എന്നവർ തീരുമാനിച്ചതായിക്കൂടെ എന്നെനിക്ക് തോന്നി. കാരണം തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ 1-2 തവണ കൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വരില്ല എന്ന് ആര് കണ്ടു? പ്രഖ്യാപനങ്ങൾ നടത്താവുന്ന കാലത്ത് തന്നെ ഒന്നുകൂടെ വന്നിട്ട് അവസാന ഭാഗത്തേക്ക് വല്ല പ്രഖ്യാപനം നടത്തിയാൽ പോരെ എന്നവർ ചിന്തിക്കുന്നുണ്ടാകുമോ എന്നെനിക്ക് തോന്നി. എന്ന് മാത്രമല്ല BJP എന്തെങ്കിലും പ്രഖ്യാപനം നടത്തുമെന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടില്ല. പലതരത്തിൽ മാധ്യമ വാർത്തകളിലൂടെയൊക്കെ വന്നതാണല്ലോ എന്ന എക്സ്ക്യൂസ് കൊടുക്കാം. പക്ഷേ ഈ പറയുന്ന രാഷ്ട്രീയം പറച്ചിലാണല്ലോ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതിനകത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ നിന്ന് പ്രസംഗിച്ചപ്പോൾ അങ്ങേയറ്റം പാളി. അദ്ദേഹത്തിന് എക്കാലത്തും എന്ന പോലെ ഈ നോർത്തിൽ നിന്നുള്ള ഹിന്ദിക്കാർക്ക് കേരളത്തിലെ കാര്യങ്ങൾ അറിയില്ല എന്ന് നന്നായിട്ട് KC വേണുപോലെ വളരെ മനോഹരമായിട്ട് കാര്യം പറഞ്ഞല്ലോ. ഇവിടെ വന്നിട്ട് ആണ് ഈ കാര്യം പറയുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും നാട്ടിൽ വന്നിട്ടാണോ ഈ പറയുന്നതെന്ന്. അവിടെ പള്ളി പൊളിച്ചപ്പോൾ അയ്യപ്പ സ്വാമിമാർക്ക് പോകാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ഒരുക്കി കൊടുത്ത മുസ്ലിം ലീഗിനെ കുറിച്ചാണോ ഈ പറയുന്നത് ചോദ്യം ഇവിടുത്തെ BJPക്കാർക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാകും. അതുകൊണ്ട് KC വേണുഗോപാൽ വളരെ സിമ്പിളായിട്ടും വളരെ എളുപ്പത്തിൽ അത് കൃത്യമായിട്ട് പറഞ്ഞു. അതായത് അദ്ദേഹത്തിന് നരേന്ദ്രമോദിക്ക് രാഷ്ട്രീയം പറഞ്ഞപ്പോൾ പെശകി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ ഗംഭീരമായിട്ട് ഊഷ്മളമായിട്ടുള്ള സംഗതി ആകെ ഉണ്ടാക്കിയെങ്കിലും രാഷ്ട്രീയം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നന്നായിട്ട് പെശകി. അദ്ദേഹം MMC എന്നാണ് കോൺഗ്രസിനെ പറ്റി പറഞ്ഞത്. മാവോവാദി എന്താണ്, മുസ്ലിം ലീഗ്, പിന്നെ കോൺഗ്രസ്. മാവോവാദികളെക്കാൾ വലിയ കമ്മ്യൂണിസ്റ്റായി, പിന്നെ എന്താണ്
പിന്നെ കോൺഗ്രസ്, അതുപോലെ മുസ്ലിം ലീഗിനേക്കാൾ വലിയ വർഗീയവാദിയായി കോൺഗ്രസ്. മുസ്ലിം ലീഗിനേക്കാൾ വലിയ വർഗീയവാദിയായി കോൺഗ്രസ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ നാട്ടുകാർക്ക് മുസ്ലിം ലീഗിനെ വർഗീയവാദികളായിട്ട് മനസ്സിലാകണ്ടേ? മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് എന്ന് കേരളത്തിലെ ആളുകൾക്ക് മനസ്സിലായല്ലേ മുസ്ലിം ലീഗിനേക്കാൾ വലിയ വർഗീയവാദിയായി കോൺഗ്രസ് എന്ന് പറയുമ്പോൾ മനസ്സിലാവുക. അപ്പോൾ മുസ്ലിം ലീഗ് ഇവിടെ ഈ ഹിന്ദുക്കൾക്കെതിരെ വല്ല വർത്തമാനം പറഞ്ഞായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടോ? രാഷ്ട്രീയമായിട്ട് അവിടെ ഈ പറയുന്ന തരത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ള വ്യക്തികൾ പറയുന്ന പോലെയുള്ള ചില സംഗതികളൊക്കെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഇവിടെ വർഗീയത കൊണ്ടുവന്ന ആ പ്രശ്നം ഉണ്ടാക്കിയ ചരിത്രം എവിടെയുള്ളത്? എന്താണുള്ളത്? ആരാ പറയുക? എതിരാളികൾ. ഇപ്പോൾ CPM അടക്കം പറയാറുണ്ട് ഇവർ മുസ്ലിം ലീഗ് വർഗീയവാദം കാണിക്കുന്നു എന്നൊക്കെ. അതും മുസ്ലിം ലീഗ് ആകപ്പാടൊരു വലിയ വർഗീയ കക്ഷിയാണ് എന്നൊന്നും പറയാറൊന്നുമില്ല. അത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അവർ വെക്കാറ്. അപ്പോൾ എതിരാളികൾക്ക്, രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും കൃത്യമായിട്ട് അങ്ങനെ ഒരു ആക്ഷേപമില്ലാത്ത BJPക്കാർ തന്നെയും ഉറച്ചൊന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയത്തിന് വേണ്ടി പറയും, വോട്ടുണ്ടാക്കാൻ വേണ്ടി പറയും എന്നല്ലാതെ മുസ്ലിം ലീഗിനെ പറ്റിയിട്ട് വർഗീയവാദിയാണെന്ന് പറയാൻ പറ്റില്ല. മുസ്ലിം ലീഗിനെ പറ്റി തന്നെയും വർഗീയവാദികളാണെന്ന് കേരളത്തിന് ഒട്ടും ബോധ്യമില്ലാത്ത സ്ഥിതിക്ക് മുസ്ലിം ലീഗിനേക്കാൾ വലിയ വർഗീയവാദിയായി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അതെവിടെ വിലപ്പോവാനാണ്? ഇതെന്തെങ്കിലും ഒന്ന് സ്ഥാപിച്ചതിന് ശേഷം വേണ്ടേ പറയാൻ? അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ സ്വാഭാവികമായിട്ട് മുസ്ലിം ലീഗും കോൺഗ്രസും പറയില്ലേ നിങ്ങളല്ലേ വർഗീയവാദികൾ എന്ന് പറഞ്ഞാൽ 250ഓളം MP-മാരുള്ള BJPക്ക് ഒരൊറ്റ MP ഇല്ല. അവർ പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദു മതത്തിനപ്പുറത്തേക്ക്. അവർ പ്രതിനിധാനം ചെയ്യുന്നത് വെച്ചാൽ അവരുടെ ഹിന്ദു മതത്തിൻ്റെ ആകെയല്ല, ഹിന്ദുത്വയാണ്. അവർ ഞങ്ങൾ ഇന്ന മതത്തിൻ്റെ ആളുകളാണെന്ന് പറയുന്ന ഹിന്ദു മതത്തിന് അപ്പുറത്തേക്കുള്ള മറ്റേതെങ്കിലും ഒരു മതത്തിൽ ഒരൊറ്റ MP പോലും ഇല്ലാത്ത പാർട്ടിയാണ് BJP. ആ BJPയാണ് മുസ്ലിം ലീഗിനെ കുറിച്ച് ഈ വർത്തമാനം പറയുന്നത് നോക്കണം. അത് നടക്കില്ല. കേരളത്തിലെ വിലപ്പോവില്ല എന്ന് അദ്ദേഹം, എനിക്ക് തോന്നുന്നു അദ്ദേഹം അത് മനസ്സിലാക്കാഞ്ഞിട്ടല്ല. അദ്ദേഹം ഇന്ന് നടത്തിയ പ്രസംഗം, എൻ്റെ പോയിന്റ് ഇതാണ്, ഇന്ന് നടത്തിയ പ്രസംഗം പ്രത്യേകിച്ച് ഈ കോൺഗ്രസിനെതിരായിട്ട് ഇത്തരം ആക്ഷേപങ്ങളൊക്കെ നോർത്തിലേക്ക് വേണ്ടി തന്നെയുള്ള പ്രസ്താവനകളാണ്. അതായത് മാവോവാദികൾ എന്ന് വെച്ചാൽ അവർക്ക് അവിടെ അറിയാം മാവോവാദികൾ വലിയ കുഴപ്പമുണ്ടാക്കുന്ന ആളാണെന്ന് തോന്നലുള്ള ആളുകൾക്ക് മാവോവാദികളെക്കാൾ വലിയ കക്ഷികളാണ് കേട്ടോ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അവർക്ക് കോൺഗ്രസ് അയ്യോ ഇത്രയും വലിയ പ്രശ്നക്കാരാണോ എന്ന് നോർത്തിലെ ആളുകൾക്ക് തോന്നും. പിന്നെ മുസ്ലിം ലീഗിനേക്കാൾ വലിയ വർഗീയവാദികളാണെന്ന് പറയുമ്പോൾ ഇവരവിടെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്ന മുസ്ലിം ലീഗ് ഭയങ്കര കുഴപ്പക്കാരാണെന്നാണ്. നമ്മൾ കഴിഞ്ഞ വയനാട്ട് തെരഞ്ഞെടുപ്പിൽ കേട്ടതാണല്ലോ. രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ പരിപാടികൾക്കൊപ്പം മുസ്ലിം ലീഗിൻ്റെ കൊടിയുള്ളപ്പോൾ അത് വ്യാപകമായിട്ട് ആ ഭാഗത്തൊക്കെ പ്രചരിപ്പിച്ചത്രേ. അങ്ങനെയാണ് അവിടെ രാഹുൽ ഗാന്ധി തോൽക്കാനിടയായ കാരണങ്ങളിൽ ഒന്ന് എന്ന് ആ കാലത്ത് വിശകലനങ്ങൾ വന്നിരുന്നു. അപ്പോൾ അവിടെ മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണ് എന്ന് പലതും എന്ന പോലെ പ്രചരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളം ആകെ തന്നെ കുഴപ്പമാണല്ലോ ആ ഭാഗത്ത് പല മേഖലകളിലും. അപ്പോൾ അവിടെ ദേഷ്യം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള അദ്ദേഹം ഇന്ന് കേരളത്തിൽ, നാളെ തമിഴ്നാട്ടിലാണല്ലോ പരിപാടിക്കുള്ളത്, നാളെയാണോ ഇന്ന് തന്നെ പോയ അദ്ദേഹം. അപ്പോൾ അവിടെ നോർത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ രാജ്യത്തിൻ്റെ ആ ഭാഗത്തേക്ക് വേണ്ട രാഷ്ട്രീയം ഇവിടെ വന്ന് പറഞ്ഞു എന്നല്ലാതെ ഇതിപ്പോൾ കേട്ടിരിക്കുന്ന BJPക്കാർക്ക് തന്നെയും ഇത് ഇങ്ങനെയല്ലോ പറയേണ്ടത്, എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് തോന്നലുണ്ടാകാൻ കാര്യമുണ്ട്. പിന്നീട് ഈ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നിയത്, ഹർഷ, 10 കൊല്ലത്തിനപ്പുറം BJP അധികാരത്തിൽ വരുന്നതാണ് പറഞ്ഞത്. 10 കൊല്ലത്തിനപ്പുറമേ ഇപ്പോൾ പോലും BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ കണക്കിൽ കേരളത്തിൻ്റെ അധികാരമുള്ളൂ എന്ന് നമ്മൾ സവിശേഷമായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഈ കൊല്ലം നമ്മൾ വൻ മുന്നേറ്റം നടത്തും, അടുത്ത തവണ നമ്മൾ അധികാരം പിടിക്കും എന്ന് പോലുമല്ല പറഞ്ഞത്. 10 വർഷങ്ങൾക്കപ്പുറം LDF UDF ഉണ്ടാവില്ല, ഞങ്ങളാണ് ഭരിക്കുക എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ 10 വർഷം എന്ന് വെച്ചാൽ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. 10 വർഷം പോയിട്ട് 10 മാസത്തിന് പോലും വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ 10 വർഷത്തിനപ്പുറമാണ് കേരളം ഞങ്ങൾ ഭരിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ആത്മവിശ്വാസ പ്രകടനമായിട്ടല്ല എനിക്ക് തോന്നിയത്. കുറച്ചുകൂടെ അത് ഒരു വേണ്ടത്ര ആത്മവിശ്വാസമില്ലാത്ത ഒരു നേതൃത്വത്തിൻ്റെ പ്രഖ്യാപനമായിട്ടാണ് എനിക്കത് മനസ്സിലായത്. പിന്നീട് ത്രിപുരയിലും ബംഗാളിലും ഒക്കെ ബാഷ് ഔട്ടായിപ്പോയി CPM എന്ന് അദ്ദേഹം പറഞ്ഞതാണ് എനിക്കതിനകത്ത് കൊള്ളാവുന്നൊരു രാഷ്ട്രീയ പോയിന്റ് മുന്നോട്ട് വെച്ചതായിട്ട് തോന്നിയത്. കാരണം അത് വസ്തുതയാണല്ലോ. ത്രിപുരയിലും ബംഗാളിലും CPM ഉണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഇല്ലാതായിപ്പോയി എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ഇല്ലാതായിപ്പോയി. ഇപ്പോൾ അവിടെ മത്സരിക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥയായി എന്ന് അദ്ദേഹം പറയുന്നത് ഇവിടെ BJPക്കാരെ സന്തോഷിപ്പിക്കുകയും സംഗതി ശരിയാണല്ലോ, ഈ തരത്തിൽ ആശങ്കയ്ക്ക് വകയുണ്ടല്ലോ എന്ന് തോന്നലുണ്ടാകാനുമൊക്കെ CPMനും കാരണമാകും. അത് പൊതുവിൽ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ശരിയാണല്ലോ, ബംഗാളിലെയും ത്രിപുരയിലെയും പോലെ കാര്യം CPMനോട് വന്നേക്കാം, BJP പിടിച്ചെടുത്താൽ അത്ഭുതമില്ല എന്നൊരു തോന്നലുണ്ടാക്കാൻ അദ്ദേഹത്തിന് ഉപകരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഈ ഒരൊറ്റ രാഷ്ട്രീയ പോയിൻ്റാണ് എനിക്ക് കാര്യമായിട്ട് തോന്നിയത്. പിന്നീട് ഈ സ്വർണ്ണക്കൊള്ള നടത്തിയ ആളുകളെ ജയിലിൽ പിടിച്ചിടും എന്നതൊക്കെ കൊള്ളാവുന്നൊരു പ്രസ്താവനയാണ്, അതങ്ങനെ തന്നെ സംഭവിക്കേണ്ടതാണ്. ആ നിലക്ക് കൊള്ളാം. എന്നല്ലാതെ BJP രാഷ്ട്രീയത്തോട് എന്തെങ്കിലും ഒരു ആഭിമുഖ്യമുള്ള മനുഷ്യർക്ക് ഒരു ഹൃദയപ്രകമ്പനം ഉണ്ടാക്കാൻ മാത്രം ഗംഭീരമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു നരേന്ദ്രമോദിയുടെ വരവ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമേ ഇല്ല. പക്ഷേ രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിനും CPMനും നാളെ മുതൽ തിരിച്ചടിക്കാനുള്ള ഒരുപാട് പോയിന്റുകൾ ഉൾച്ചേർന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗവും ഈ പരിപാടി ആകെ തന്നെയും എന്നാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായും BJP പ്രവർത്തകർക്ക് വലിയ ആവേശം ഉണ്ടാക്കും. പക്ഷേ രണ്ടാമത്തെ ആലോചനയിൽ ഇത് നിരാശയുണ്ടാക്കുമെന്നാണ് എൻ്റെ വിലയിരുത്തൽ. അതിന് കാരണം BJP പ്രവർത്തകരാണ് ഏറ്റവും കൂടുതൽ വലിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചത്, അല്ലാതെ ഇവിടെ വേറെ ആരുമല്ല.
BJP പ്രവർത്തകരാണ് പ്രതീക്ഷിച്ചത്. പ്രധാനമന്ത്രി വരുമ്പോൾ ബ്ലൂ പ്രിന്റ് അവതരിപ്പിക്കും തലസ്ഥാന നഗരത്തിൻ്റെ വികസന പദ്ധതികളുടെ എന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർ പോലും മേയറടക്കമുള്ളവർ ആ നിലയ്ക്കാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ അങ്ങനെ ഒരു പ്രഖ്യാപനമേ അവിടെ ഉണ്ടായില്ല. അദ്ദേഹം ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയുടെ സ്വഭാവത്തിൽ, അതായത് പൂർണ്ണമായും ഈ ഇവിടെയുള്ള UDF-നെയും LDF-നെയും കുറ്റപ്പെടുത്തുന്ന, ഇവിടുത്തെ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന നടപടികളും അത്തരം കാര്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം പറയാൻ കൂട്ടാക്കിയത്. അതിനപ്പുറത്ത് വികസന പദ്ധതികളിലേക്ക് പൂർണ്ണമായും പോയില്ല. അത് നമ്മൾ പറയുമ്പോൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് സരീഷ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൊച്ചിൻ മെട്രോയുടെ വികസനവും വിപുലീകരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, വിഴിഞ്ഞം പോർട്ടിന് അധിക ഫണ്ട് കൊടുക്കുമെന്നുള്ള വാഗ്ദാനം, എയർ ഇന്ത്യയിൽ പുതിയ, അല്ലെങ്കിൽ ഇവിടെ ഏവിയേഷൻ മേഖലയിൽ കേരളത്തിൽ പുതിയ പദ്ധതികൾ കൊണ്ടുവരുമെന്നുള്ള പ്രഖ്യാപനം, കേരളത്തിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് എന്ന് വെള്ളപ്പൊക്കത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. അത് സ്മാർട്ട് സിറ്റി മിഷൻ, അമൃത് പദ്ധതികളിലെ കൂടുതൽ പങ്കാളിത്തം, പിന്നെ ഈ അതിവേഗ റെയിൽവേ പ്രത്യേകം കേന്ദ്രം പ്രഖ്യാപിക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഊഹാപോഹങ്ങളായും പ്രഖ്യാപനങ്ങളായും ഒക്കെ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടോ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടോ ഇവിടെ നിലനിൽക്കുന്നുണ്ട്, നടപ്പാവാത്തത്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഇത് നടപ്പാക്കാൻ പോകുന്നു പുതിയത്. ഇപ്പോൾ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഇവിടെ വൻ പദ്ധതികൾ നടപ്പാകും എന്നുള്ളതാണ് എല്ലായ്പ്പോഴും BJP പറയാറ്. ഞങ്ങളെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നില്ല, അതുകൊണ്ട് വലിയ വലിയ വികസന പദ്ധതികൾ നിങ്ങൾ മിസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം വരുന്ന ആദ്യത്തെ യോഗത്തിൽ അദ്ദേഹം കാര്യമായി പ്രഖ്യാപിക്കുന്നില്ല. ഇനി വലിയ പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഇനി ഉണ്ടാവാനിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ എന്താണ്? അത് തെരഞ്ഞെടുപ്പ് കാലത്തുള്ള വാഗ്ദാനങ്ങൾ മാത്രമാണ്. ഒരു പദ്ധതി നടപ്പാക്കാനുള്ള പദ്ധതികളുടെ പ്രഖ്യാപനമല്ല, അല്ലെ വളരെ വേഗത്തിൽ നടക്കുന്നത്. കാരണം വൈകാതെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാൻ പോവുകയാണ്. അത് കഴിഞ്ഞാൽ ഒരു പദ്ധതി നടപ്പാക്കാൻ പറ്റില്ല. അപ്പം നടപ്പാക്കാനായിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോൾ പ്രഖ്യാപിച്ചേനെ. ഏറ്റവും മികച്ച വേദി അതാണല്ലോ, അദ്ദേഹത്തിന് വന്ന് പ്രഖ്യാപിക്കാവുന്ന വേദി. മാത്രമല്ല, ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി എന്ന മട്ടിൽ തന്നെ ആസൂത്രണം ചെയ്ത് അദ്ദേഹം പ്രസംഗിച്ചു പോയ വേദിയിൽ അത്തരം പദ്ധതികളുടെ ഒന്നും തുടക്കം പ്രഖ്യാപിക്കാതിരുന്നത് തന്നെ BJP പ്രവർത്തകരെ നിരാശയിലാക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം, 10 വർഷത്തിനപ്പുറമാണ് ഭരണം കിട്ടുക എന്നത്, അതിപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു പ്രവചനമാണോ രാജീവ് ചന്ദ്രശേഖർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക? രാജീവ് ചന്ദ്രശേഖറിൻ്റെ അവിടുത്തെ പ്രസംഗം ഞാൻ കേട്ടു. ഈ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയെ പോലെ ആവേശം കൊള്ളിക്കുന്ന പ്രസംഗമൊന്നുമല്ല, ആവേശം കെടുത്തുന്ന ഒരു പ്രസംഗമാണ്. എങ്കിൽ പോലും അദ്ദേഹം ആവേശം കൊള്ളിക്കാൻ ഒത്തിരി ശ്രമിക്കുന്നൊക്കെയുണ്ട്, പക്ഷേ അത് വിജയിക്കുന്നില്ല. എങ്കിൽ പോലും അദ്ദേഹം പ്രതീക്ഷയാണ് അവിടെ പങ്കുവച്ചുകൊണ്ടിരുന്നത്. തൊട്ടടുത്തതാ BJP വരാൻ പോകുന്നു എന്നുള്ള പ്രതീക്ഷ ഈ തിരുവനന്തപുരത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്. അതല്ലേ പ്രവർത്തകർക്ക് വേണ്ട പ്രതീക്ഷ, കൈമാറേണ്ട പ്രതീക്ഷ. അന്നേരമാണ് തൊട്ടു പിന്നാലെ വന്നിട്ട് അവരുടെ ഏറ്റവും പരമോന്നത നേതാവ് പറയുന്നത് 10 വർഷത്തിനപ്പുറത്തേക്ക് ഭരണം കിട്ടാൻ സാധ്യതയുള്ളൂ എന്ന്. മാത്രമല്ല, അത് ഈ പരിപാടി ആകെ മൊത്തം ഒരു വളരെ വെൽ ക്രാഫ്റ്റഡ് ആയിരുന്നെങ്കിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ചില വീഴ്ചകൾ വന്നിട്ടുണ്ട്. അതായത് ഭരണം കിട്ടിയാൽ ഉടനെ തന്നെ ഈ ശബരിമലയിലെ കൊള്ളക്കാരെ മുഴുവൻ പിടികൂടുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതെന്താ, ഇനി 10 കൊല്ലം കഴിഞ്ഞിട്ടാണോ അത്? അല്ല, അത് നടക്കില്ലല്ലോ. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഗ്ദാനമായി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് ഭരണത്തിന് ശേഷം, ഈ ഭരണത്തിൽ വന്നതിന് ശേഷം ഈ കള്ളന്മാരെ എല്ലാം പിടികൂടുന്നു എന്നുള്ള വാഗ്ദാനമാണ്. ആ വാഗ്ദാനം അദ്ദേഹം നടത്തുന്നത് ഏത് കാലത്തേക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഓർക്കണം. അതല്ല, നമുക്കിപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു പോയപ്പോൾ ഉള്ള ഒരു പിശകായിരിക്കാം. എങ്കിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കൂടുതൽ കർശനമായ ഇടപെടലുകൾ വൈകാതെ ഉണ്ടാവും. കാരണം അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ആയിരിക്കും കടക്കുക. പക്ഷേ ഇതൊക്കെ പ്രസംഗിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അതിലൊരു ഊന്നൽ കൊടുക്കാതിരിക്കാൻ കാരണം ഈ തന്ത്രിയിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നു എന്നതും തന്ത്രിയുടെ അളിയൻ BJPയുടെ സംസ്ഥാന നേതാവാണ് എന്നതുമൊക്കെ പല കാരണങ്ങളിൽ ചിലതായിരിക്കാതെ എനിക്ക് തോന്നുകയാണ്. അതിലേക്ക് അതിന് വലിയ ഊന്നൽ കൊടുക്കാതിരുന്നത്. അതേസമയം രാജീവ് ചന്ദ്രശേഖർ അവിടെ പ്രസംഗിച്ചു പള്ളിയും അമ്പലവും സംരക്ഷിക്കാൻ BJPക്ക് മാത്രമേ കഴിയൂ എന്ന്. അത് KC വേണുഗോപാൽ പറഞ്ഞതിനോട് ഈ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനോടൊപ്പം അതുകൂടി ഈ പരിപാടിയെ മൊത്തത്തിൽ നിരീക്ഷിക്കുമ്പോൾ അതുകൂടി ചേർത്ത് വെക്കാനാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ ഈ പള്ളി സംരക്ഷിക്കാനോ ഈ അമ്പലം സംരക്ഷിക്കാനോ കഴിയാത്തവരാണ് BJP എന്നതാണ് പൊതുവായി നിലനിൽക്കുന്ന വിലയിരുത്തൽ. കാരണം കൂടുതൽ രാഷ്ട്രീയം വിലയിരുത്തുന്നവരും പഠിക്കുന്നവരുമായതുകൊണ്ട് തന്നെ അതിലെ പൊള്ളത്തരം വളരെ പെട്ടെന്ന് തിരിച്ചറിയും, ആ നിലയ്ക്ക് വിമർശനം ഉന്നയിക്കും. പക്ഷേ ആകെ മൊത്തം ഒരു ആനച്ചന്തം ഇന്നത്തെ പരിപാടിക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതായത് ഒരു കാര്യമാണ് പറയുന്നത്, ഒന്ന് ശ്രീലേഖ മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ക്യാമറയിൽ വളരെ വിദഗ്ധമായിട്ട് പെട്ടു. മറ്റെല്ലാവരും കൊടുത്തിട്ടുണ്ട്, വളരെ അവരങ്ങോട്ട് പോയാലും മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുക. സുരേഷ് ഗോപി അവിടെയല്ല ഉണ്ടായിരുന്നത്. സുരേഷ് ഗോപിയുടെ അസാന്നിധ്യം കണ്ടില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു. അതെന്താണെന്ന് വെച്ചാൽ അവിടെയല്ല ഉണ്ടായിരുന്നത്. അദ്ദേഹം തൃശ്ശൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ അവിടുത്തെ തൃശ്ശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിൻ ഉദ്ഘാടനത്തിലായിരുന്നു. പക്ഷേ ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ആകപ്പാടെയുള്ള ഒരു MP അങ്ങോട്ട് വിളിക്കാതെ, MP മാത്രമല്ല അദ്ദേഹം മന്ത്രിയുമാണ്, അങ്ങോട്ട് വിളിക്കാതെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിപാടി. ശ്രീലേഖയ്ക്ക് അവിടെ ഒരു മൂഡ് ഓഫ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആകപ്പാടെ എന്നാൽ VV രാജേഷോട് വളരെ ഊഷ്മളമായിട്ട് അദ്ദേഹം പെരുമാറുന്നുണ്ടായിരുന്നു. K. സുരേന്ദ്രന് കൈ കൊടുത്തില്ല എന്നൊക്കെ പറയുന്നത് അതിങ്ങനെ പറയാം എന്നുള്ളതല്ലാതെ
അതൊക്കെ ചിലപ്പോൾ ഒരു ആൾക്കൂട്ടത്തിനിടയ്ക്ക് അതൊക്കെ വിട്ടുപോയേക്കാം. അതല്ല, കൈകൂപ്പുന്നു. കൈകൂപ്പുന്നുണ്ട്, അതൊക്കെ നടന്നു പോകുന്നു. അതൊന്നും അത്ര വലിയ ഗൗരവമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിനപ്പുറത്ത് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രസംഗം, ആ പ്രസംഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ വലിയ ആവേശത്തോടെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ തന്നെ അതിൽ തുടർന്നങ്ങോട്ട് നിരാശപ്പെടാൻ തക്കവണ്ണമുള്ള, BJP പ്രവർത്തകർക്ക് നിരാശപ്പെടാൻ തക്കവണ്ണമുള്ള വിഷയങ്ങൾ, പിന്നെ യാഥാർത്ഥ്യബോധത്തോടെ ആയിരിക്കാം ചിലപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ടാവുക. കാരണം അദ്ദേഹത്തിന് അറിയാമല്ലോ ഇവിടെ 2% വോട്ട് കുറയുകയാണ് ചെയ്തതെന്ന്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ 2% വോട്ട് കുറയുക ചെയ്തത്. ഇവിടെ ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരം പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതുകൊണ്ട് 2% കൂടി വോട്ട് പോകും. കാരണം അത് സത്യത്തിൽ ആ നിലയ്ക്ക് നിൽക്കുന്ന ഒരു പ്രസ്താവനയല്ല, അതല്ലെങ്കിൽ അതിൽ വിശ്വാസയോഗ്യമായ ഒരു കാര്യമല്ല എന്നുള്ള വിലയിരുത്തൽ കൂടി ഉണ്ടാവും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് ഏറ്റവും കൗതുകകരമായ രണ്ടുപേരുടെ സാന്നിധ്യമാണ് ആ വേദിയിൽ. അതൊന്ന് തുഷാർ വെള്ളാപ്പള്ളിയുടെയും ഒന്ന് നമ്മുടെ കിറ്റക്സിൻ്റെ സാബുവിൻ്റെയാണ്. അതായത് ആ സാന്നിധ്യത്തിലൂടെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഇന്ത്യയിലെ ഇപ്പോഴത്തെ രണ്ടാമത്തെ വലിയ പാർട്ടി സാബുവിന്റെ പാർട്ടിയായി. കാരണം 2 പഞ്ചായത്ത് ഭരിക്കുന്നുണ്ട് സാബുവിന്റെ പാർട്ടി. 5 വാർഡേ ഉള്ളൂ തുഷാർ വെള്ളാപ്പള്ളിയുടെ പാർട്ടിക്ക്. അതായത് അപ്പോൾ ഇവിടെ ആളുകൾ വളരെ പരിഹസിക്കുന്നുണ്ട്, സാബു പോയി എന്ന് പറഞ്ഞിട്ട്, എന്തിനാണ് സാബുവിന്റെ കൂടെയുള്ള ആൾക്കാർ പിരിഞ്ഞു പോലോ എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് NDAയിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ പാർട്ടിയായി സാബുവിന്റെ 2020 മാറി എന്നുള്ളതാണ്. ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന NDA എന്ന മുന്നണിയുടെ കേരളത്തിലെ BJP കഴിഞ്ഞാൽ രണ്ടാമത്തെ പാർട്ടിയാണ് സാബു എം ജേക്കബിന്റെ 2020. അത് മാത്രമല്ല, അതായത് പ്രധാനപ്പെട്ട, അതായത് BDJSന്റെ പ്രഖ്യാപിത ലക്ഷ്യവും അവരുടെ നിലപാടും എന്തായിരുന്നു? അവസരവാദം എന്നുള്ളതായിരുന്നു. അതിനും പുറകിപ്പോയി. കാരണം ഇവിടെ നല്ല ഒന്നാന്തരം അവസരവാദിയായി സാബു അവിടെ കയറിയിരുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള വേറൊരു കാര്യം. കാരണം 2013 ഈ പറഞ്ഞതുപോലെ അവിടെ ഈ മലിനീകരണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് നിയന്ത്രണം വെച്ചപ്പോൾ കർശനമായി പിടിച്ചപ്പോൾ അത് പാലിക്കാതിരിക്കാൻ തന്ത്രപരമായ ഒരു അടവ് എന്ന നിലയ്ക്കാണ് 2020 രൂപീകരിക്കുന്നത്. 2020 രൂപീകരിക്കാമെന്നുള്ള ഒരു വേ ഔട്ട് ഇദ്ദേഹത്തിന് കിട്ടുന്നത് എങ്ങനെയാണ്? അത് ഈ ഫണ്ട് ആ നിലയ്ക്ക് കൂടി വിനിയോഗിക്കണം എന്ന് വരുന്നത് കൊണ്ടാണല്ലോ CSR ഫണ്ട്. അപ്പോൾ CSR ഫണ്ട് എടുത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നു. അങ്ങനെ അവിടുന്ന് പയ്യെ വഴുതി രക്ഷപ്പെടുന്നു. അവിടെ നിന്ന് വഴുതി രക്ഷപ്പെട്ടതിന് ശേഷം അദ്ദേഹം 2-3 പഞ്ചായത്തൊക്കെ പിടിക്കുന്നു. പക്ഷേ മറ്റ് നിയമസഭയിലേക്കൊക്കെ മത്സരിച്ച് ദയനീയമായി പരാജയപ്പെടുന്നു. പിന്നെ ഈ ഒരു വളർച്ചയില്ലാന്ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പോടെ വ്യക്തമായി. ഇനി അദ്ദേഹം തിരിച്ച് കച്ചവടത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. ആ കച്ചവടത്തിന് ഏറ്റവും ഉതകുന്നത് എന്താണ്? ഭരിക്കുന്ന ദേശീയ പാർട്ടിയുമായിട്ടുള്ള അടുത്ത ബന്ധം തന്നെയാണ് ഇനി കച്ചവടത്തിന് സഹായകരമാവുക. അവിടേക്ക് പോയി. അങ്ങനെ ആ കാര്യത്തിലും എനിക്ക് തോന്നുന്നത് തുഷാർ വെള്ളാപ്പള്ളിയെയും BDJSനെയും തോൽപ്പിച്ചുകൊണ്ട് 2020 രണ്ടാമതെത്തി BJPയിൽ എന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രചാരണം LDFനെയും UDFനെയും ഒരുപോലെ കടന്നാക്രമിച്ചുകൊണ്ടാകും എന്നാണ് ഇന്നത്തെ മോദിയുടെ പ്രസംഗത്തിലൂടെ വ്യക്തമായിരിക്കുന്നത്. ലീഗ് ബന്ധമടക്കം ചൂണ്ടിക്കാണിക്കുമ്പോൾ കോൺഗ്രസിനെ വർഗീയ പാർട്ടിയായി ചിത്രീകരിച്ച് ഹിന്ദു വോട്ടുകളുടെ സമാഹരണം തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള ഇരു മുന്നണികൾക്കുമെതിരെ BJPയുടെ പ്രധാന പ്രചാരണ ആയുധമായിരിക്കും എന്ന് നമുക്ക് ഒരു പരിധി വരെ കരുതാം. പക്ഷേ അപ്പോഴും തന്ത്രിക്കെതിരെയും തന്ത്രിയുടെ അളിയൻ BJP നേതാവാണ് എന്നതുമൊക്കെ ഒരു യാഥാർത്ഥ്യമായും ഒരു സാഹചര്യമായും നമുക്ക് മുന്നിൽ നിലനിൽക്കുന്നു എന്നുള്ള വസ്തുത കൂടിയുണ്ട്. തെരഞ്ഞെടുപ്പ് പദ്ധതികളുടെ ചിത്രം വ്യക്തമാകിയപ്പോഴും കേരളം പ്രതീക്ഷിച്ച വമ്പൻ പദ്ധതികളോ തിരുവനന്തപുരം നഗരവികസനത്തിനുള്ള ബ്ലൂ പ്രിന്റ് പ്രഖ്യാപനമോ പ്രധാനമന്ത്രി നടത്തിയില്ല എന്നത് ശ്രദ്ധേയമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കളം ഒന്നുകൂടി മുറുകിയ ശേഷം പദ്ധതികൾ പ്രഖ്യാപിച്ച് മുന്നേറ്റം ഉണ്ടാക്കാമെന്ന ലക്ഷ്യമോ ചിലപ്പോൾ അതിന് പിന്നിൽ ഉണ്ടാകും എന്ന് നമുക്ക് കരുതാം.